ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഇത് സംബന്ധിച്ച അനുമതി നൽകി. ആകെ 3.25 ലക്ഷം കോടി ചെലവ് വരുന്ന കരാറാണിത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഫ്രാൻസുമായി വളരെ നിർണായകമായ ഒരു പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ? ശ്രീജ, ഫ്രാൻസുമായി ഇതിനു മുൻപേ നമ്മൾ റഫാൽ കരാറിൽ ഒപ്പിട്ടിരുന്നു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ ഇതിനു മുൻപേയും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെയധികം ചെലവ് കൂടിയ ഒരു കരാറിലാണ് നിലവിൽ നമ്മൾ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇതിനു മുൻപേ 2016 ആദ്യഘട്ടത്തിൽ റഫാൽ വിമാനങ്ങൾ 36 റഫാൽ വിമാനങ്ങൾ വാങ്ങിച്ചപ്പോൾ അന്ന് 58,000 കോടിയുടെ കരാറിലായിരുന്നു ഒപ്പിട്ടത്. പിന്നീട് നാവികസേനയ്ക്ക് വേണ്ടി 26 വിമാനങ്ങൾ കൂടി 2025 വാങ്ങിച്ചിരുന്നു. അന്ന് 63,000 കോടിയുടെ കരാറായിരുന്നു ഇന്ത്യ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒപ്പിടാൻ പോകുന്നത് 3.25 ലക്ഷം കോടിയുടെ ഇത്ര വലിയൊരു തുകയുടെ കരാറാണ്. ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള പ്രതിരോധത്തിനായി നീക്കി വെച്ചിട്ടുള്ള ബജറ്റിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ 7.85 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇതിന്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന തുകയാണ് ഇന്ത്യ നിലവിൽ ഈ റഫാൽ കരാറിന് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. റഫാൽ വിമാനങ്ങൾ മാത്രമല്ല, 6 P-8I പെട്രോൾ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങുന്നുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. 114 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 18 പൂർണ്ണ സജ്ജമായിട്ടുള്ള വിമാനങ്ങൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. ബാക്കിയുള്ള 96 വിമാനങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതി.